Hello friends, welcome back to another session on signs and symptoms of mental illness. Today we are going to discuss about speech and related speech problems. What is speech? Ideas, thoughts and feelings as expressed through language, communication through the use of words and language. So the word meaning of speech is communication through the use of words and language. What are the disturbances in speech? First one, pressure of speech. Rapid speech that is increased in amount and difficult to interrupt. So it is a rapid speech that is increased in amount. The number of words coming out of mouth is more than usual. It's very fast speech and very difficult to interrupt that person from speaking. So usually it is seen in manic individuals. That is pressure of speech. Exactly opposite to the pressure of speech, next is poverty of speech. What is poverty of speech? Restriction in the amount of speech used. The replace may be usually monosyllabic. As I already told, the pressure of speech is seen in manic individuals, whereas the poverty of speech is seen in depressive individuals. Another terminology, non-spontaneous speech. So what is spontaneous speech? Usually whenever we met some friends, they usually start talking at once. നമ്മളെ കാണുമ്പോൾ തന്നെ അവർ സംസാരിക്കാൻ തുടങ്ങും. ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അല്ലേ? അതാണ് സ്പോണ്ടേനിയസ് സ്പീച്ച്. ആൻഡ് നോൺ സ്പോണ്ടേനിയസ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബൽ റെസ്പോൺസസ് ഗിവൺ ഓൺലി വെൻ ആസ്ക്ഡ് ടു ഓർ സ്പോക്കൺ ടു ഡയറക്ട്ലി. നോ സെൽഫ് ഇനിഷ്യേഷൻ ഓഫ് സ്പീച്ച്. സ്വന്തമായിട്ട് സംസാരിച്ചവർ തുടങ്ങില്ല. ഒരു സോഷ്യലായിട്ട് അവർ ആദ്യം കാണുമ്പോൾ തന്നെ ഹായ് എന്ന് പറഞ്ഞ് തുടങ്ങാനുള്ള ഒരു ഇനിഷ്യേറ്റീവ്നെസ് അവർക്കില്ല. അതാണ് നോൺ സ്പോണ്ടേനിയസ് സ്പീച്ച്. നെക്സ്റ്റ് ഈസ് പോവർട്ടി ഓഫ് കണ്ടൻറ് ഓഫ് സ്പീച്ച്. നമ്മൾ നേരത്തെ പോവർട്ടി ഓഫ് സ്പീച്ച് പറഞ്ഞു. പോവർട്ടി ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ സ്പീച്ച് ഔട്ട്പുട്ട് വളരെ കുറവാണ് അല്ലേ? അതിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു വാക്ക് പുറത്തേക്ക് വരിക. ഇവിടെ അങ്ങനെയല്ല, വാക്കുകൾ ഉണ്ടാവും. സ്പീച്ച് ഔട്ട്പുട്ട് ഈസ് ആഡ്യൂക്കേറ്റ്, ബട്ട് വാട്ട് ഹാപ്പൻസ്, the content of the speech output or little information is getting from the speech output. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വളരെ പുവറാണ്. സോ സ്പീച്ച് ദാറ്റ് ഈസ് adequate in amount but conveys little information because of vagueness, emptiness and stereotyped phrases. Vagueness, emptiness and stereotyped phrases. Next term is dysprosody. Prosody എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് prosody? നോർമൽ സ്പീച്ച് മെലഡി. നമുക്കെല്ലാവർക്കും സംസാരിക്കുമ്പോൾ ഒരു മെലഡി ഉണ്ട് അല്ലേ? ഒരു കണ്ടിന്യൂറ്റി ഓഫ് വേർഡ്സ് ആൻഡ് ദർ വിൽ ബി എ മെലഡി ഓഫ് സ്പീച്ച്. സോ ഒരു ഒഴുക്കാണ് അല്ലേ നമ്മുടെ സംസാരം. പക്ഷേ ഈ ഡിസ്പ്രോസോഡി എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ദർ ഇസ് നോ സ്പീച്ച് മെലഡി. ഒരു ഒഴുക്കുണ്ടാവില്ല. ദർ വിൽ ബി ജെർക്സ്, അല്ലെങ്കിൽ ഒരു തടസ്സപ്പെട്ട ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലോക്കും തടസ്സവുമുള്ള ഒരു സ്പീച്ച് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഡിസ്പ്രോസോഡി ഓർ ലോസ് ഓഫ് നോർമൽ സ്പീച്ച് മെലഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡിസാർത്രിയ. What is dysarthria? Difficulty in articulation of words. So it's articulation. What is articulation? It's a motor activity of shaping of phonated sounds into speech. അത് മോട്ടോർ ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു സം സൈക്യാട്രിക് പ്രോബ്ലംസ്, ബട്ട് ഇറ്റ് ഈസ് ഡ്യൂ ടു സം മോട്ടോർ അബ്നോർമാലിറ്റീസ്. സോ ദ accessory organs of speech formation is impaired due to some motor abnormality, so that there will be difficulty in forming the phonated sounds. Sound making system തകരാറിലായി പോവുകയാണ്. അപ്പം അവർക്ക് വേർഡ് ഫൈൻഡിങ്ങിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. വേർഡെല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയാം, പക്ഷേ അത് പുറപ്പെടുവിക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട് പ്രകടമാക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസാർത്രിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്റ്റട്ടറിങ് ഓർ സ്റ്റാമറിങ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റാമറിങ്. നമ്മൾ മലയാളത്തിൽ വിക്ക് എന്ന് പറയുന്നു. എ ഫ്രീക്വൻറ്റ് റെപ്പറ്റീഷൻ ഓർ പ്രൊലോങ്ങേഷൻ ഓഫ് എ സൗണ്ട് ഓർ സിലബിൾ ലീഡിംഗ് ടു മാർക്കഡ് ഓർ ഇമ്പയർഡ് സ്പീച്ച് ഫ്ലുവൻസി. ഫ്രീക്വൻറ്റ് റെപ്പറ്റീഷൻ ഓർ പ്രൊലോങ്ങേഷൻ ഓഫ് എ സൗണ്ട് ഓർ സിലബിൾ ലീഡിംഗ് ടു മാർക്കഡ്ലി ഇമ്പയർഡ് സ്പീച്ച് ഫ്ലുവൻസി. നമുക്കറിയാം എങ്ങനെയാണ് ഒരു വിക്കുള്ള ആളെന്ന്. ചില ആൾക്കാർക്ക് ആ തുടക്കം വാക്ക് പലതവണ അവർ റിപ്പീറ്റ് ചെയ്യും. ചിലർ ആ തുടക്ക വാക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. രണ്ട് രീതിയിൽ വരാം. ഫ്രീക്വൻറ്റ് റെപ്പറ്റീഷൻ ആവാം, അല്ലെങ്കിൽ പ്രൊലോങ്ങേഷൻ ഓഫ് എ സൗണ്ട് ആവാം.
ഇത് രണ്ട് രീതിയിലും വരുന്നതിനെ നമ്മൾ സ്റ്റട്ടറിങ് ഓർ സ്റ്റാമറിങ് എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് ഈസ് ക്ലട്ടറിങ്. അനദർ വേർഡ് ഈസ് ക്ലട്ടറിങ്. എറാറ്റിക് ഡിസ്റിഥമിക് സ്പീച്ച് കൺസിസ്റ്റിംഗ് ഓഫ് റാപ്പിഡ് ആൻഡ് ജെർക്കി erratic and dysrhythmic speech consisting of rapid and jerky spurts. അതായത് ഒരു റിതമില്ലാത്ത രീതിയിലുള്ള സംസാരം. നമ്മളിപ്പോൾ ഒരു വണ്ടി ഗട്ടറിലൂടെ പോകുമ്പോഴുള്ള അവസ്ഥ എന്താണ്? അങ്ങനെ ചാടിയും തെറിച്ചും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരമാണ്. ഇങ്ങനെ തെറിച്ച് വീഴുന്ന, വായിൽ നിന്ന് വാക്കുകൾ തെറിച്ച് വീഴുന്ന ഒരു മെലഡി അല്ലാതെ, ഒരു പ്രത്യേക രീതിയിലോ ഒരു റിതത്തിലോ അല്ലാതെ പുറത്തേക്ക് തെറിച്ച് വീഴുന്ന രീതിയിലുള്ള സംസാരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലട്ടറിങ് എന്ന് പറയുന്നത്. So erratic dysrhythmic speech consisting of rapid and jerky spurts. Next is aphasic disturbances or aphasia. These are disturbances in language output. So first one is motor aphasia. You might be very familiar with these terms while we are studying the cerebrovascular accident, that is CVA or stroke. So motor aphasia. What is motor aphasia? Disturbances of speech caused by organic mental disorder in which understanding remains but ability to speak is grossly impaired. Speech is halting, laborious and inaccurate. It is also called Broca's or non-fluent or expressive aphasia. Another name is Broca's non-fluent or expressive aphasia. So the motor ability is impaired, so that speech production is impaired. The person is not able to speak, but he is able to understand the speech. That is motor aphasia. Next one is sensory aphasia. Organic loss of ability to comprehend the meaning of words. Speech is fluid and spontaneous, but incoherent and nonsensical. It is also called Wernicke's fluent or receptive aphasia. അതായത് പേഷ്യൻറ്റിന് മനസ്സിലാക്കാൻ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് സെൻസറി ആയിട്ടുള്ള എബിലിറ്റി നഷ്ടപ്പെടുകയും പക്ഷേ മോട്ടോറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻസറി അഫേസിയ. ഇറ്റ്സ് എൻ ഓർഗാനിക് ലോസ് ഓഫ് എബിലിറ്റി ടു കോംപ്രിഹെൻഡ് ദ മീനിങ് ഓഫ് വേർഡ്സ്. അതിൻ്റെ മറ്റു പേരാണ് വെർണിക്കീസ് അല്ലെങ്കിൽ ഫ്ലൂവൻറ്റ് ഓർ റിസെപ്റ്റീവ് അഫേസിയ. ഈ സെൻസറി ആൻഡ് മോട്ടോർ അഫേസിയയിൽ മറ്റു പേരുകൾ വെച്ച് അതിനെ MCQ ആയി ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ പേരുമായിട്ട് നന്നായി പരിചിതപ്പെട്ട് നിൽക്കുക. നെക്സ്റ്റ് ഈസ് നോമിനൽ അഫേസിയ. So that is nominal means name. So the person have difficulty in finding correct name for an object, or it is also called anomia. So difficulty in finding correct name for an object is called anomia or nominal aphasia. Next is global aphasia. What is global? So it is consisting of all the type or combination of grossly non-fluent aphasia and a severe fluent aphasia. That is both motor and sensory aphasia occurring together in a person is called global aphasia. So that's all for today.